ദ ജേർണലിസ്റ്റിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വളർത്തിയത് ഇസ്രായേലാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഇറാൻ അതിനുവേണ്ടി അതിനൂതനമായ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇറാൻ ആണവ പരീക്ഷണം നിർബാധം തുടരുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നീങ്ങുമെന്നുമൊക്കെ പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോയി കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. നെതന്യാഹുവിൻ്റെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് ഏത് വിധേനയും ഇറാന് നേരെ ഒരു ആക്രമണം നടത്താമെന്ന് തന്നെ ട്രംപ് തീരുമാനിക്കുന്നു, അനുമതി കൊടുക്കുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇസ്രായേൽ ഇറാന് നേരെ ഒരാക്രമണവും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താത്തത് എന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. അതിനുള്ള ഒരു കാരണം ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അത് അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്തതാണ് എന്ന മട്ടിലാണ് ഇറാൻ്റെ പ്രതികരണങ്ങൾ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവിടുത്തെ ഭരണകൂടം താഴെ വീഴുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമല്ലോ എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് വീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയമുണ്ട്. അതിനുള്ള കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടോ എന്ന ആശങ്കയാണ് എന്നുള്ളതാണ് ഒരു വാദം. എന്തായാലും സർവ്വ അനുമതിയും കിട്ടി. ഇസ്രായേൽ ഏത് നിമിഷവും ഇറാന് നേരെ ആക്രമിക്കും എന്ന് പലപ്പോഴായി നിലപാട് സ്വീകരിച്ചു. വെനസ്വലൻ പ്രസിഡന്റിന്റെ ഗതിയാകും ആയത്തുള്ള അലി ഖാംനെയ്ക്ക് എന്ന സൂചന നൽകുന്ന വിധത്തിൽ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാക്കൾ സംസാരിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുകയോ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇറാന് നേരെയുള്ള ഭീഷണികൾ പല വഴിക്ക് ട്രംപും നെതന്യാഹുവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ട്രംപ് പറഞ്ഞത് ആണവ പരീക്ഷണവും ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരവും ഒക്കെ തുടർന്നു കഴിഞ്ഞാൽ ഇറാന് നേരെ ഒരു ആക്രമണം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ്. ഇസ്രായേലും പറയുന്നത് വേണ്ടി വന്നാൽ ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നിർണായകമായൊരു നീക്കം, നിർണായകമായ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അവർ സജ്ജമാക്കിയിരിക്കുന്നു. അതായത് ഒരു യുദ്ധത്തിൻ്റെ തുടക്കം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അപകട ഭീഷണി തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തും. അത് നടത്താൻ സാധ്യതയുണ്ടെന്നോ ഏതെങ്കിലും തരത്തിൽ നടത്തിയേക്കുമെന്നോ അഭ്യൂഹമോ ഊഹമോ ഒന്നുമല്ല പറയുന്നത്. അപകട ഭീഷണി ഉണ്ട് എന്ന് ഇറാന് തോന്നുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇസ്രായേലിൽ നിന്ന് വരികയാണെങ്കിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം ഞങ്ങൾ നടത്തും, അതിനുവേണ്ട സർവ്വ സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. ഇത് ആരാണ് പറയുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത് വളരെ ഗൗരവതരമായ ഒരു നീക്കമാണ് എന്ന് മനസ്സിലാവുക. ഇറാൻ്റെ ഡിഫൻസ് കൗൺസിലാണ് ഈ ആക്രമണം നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്നത് ഇറാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കാനും എതിർക്കാനും പ്രതിരോധിക്കാനും വേണ്ടി ഈ അടുത്ത കാലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യേക സമിതിയാണ്. അതായത് ഈ ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് ഇസ്രായേൽ അവിടെ ഒരു യുദ്ധ ക്യാബിനറ്റ് അടിയന്തരമായി രൂപീകരിച്ചിരുന്നു. അതിൽ തീരുമാനിച്ചിട്ടാണ് യുദ്ധ നീക്കങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് അടിയന്തരമായി ഇറാനിൽ ഒരു ഡിഫൻസ് കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഡിഫൻസ് കൗൺസിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, സർക്കാർ ഓഫീസുകളും മറ്റും കയ്യേറുന്ന നടപടികൾ, അതുപോലെയുള്ള സകല പ്രതിഷേധങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ അതിനെ അതിജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ ഡിഫൻസ് കൗൺസിൽ പ്രധാനമായും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയം. പക്ഷെ അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കുക എന്നതും ഈ കൗൺസിലിൻ്റെ അജണ്ടയുടെ പരിധിയിൽ വരുന്നു. നോക്കുക, ഇറാൻ വലിയ പ്രതിസന്ധിയിലാണെന്നും അവിടെ വലിയ ക്ഷാമമാണ്, ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, കലാപം നടക്കുകയാണ്, വെടിവെപ്പ് നടക്കുകയാണെന്നുള്ള നിരവധി വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിലടക്കം സജീവമായി വരുന്ന അതേ സമയത്താണ് അവിടുത്തെ ഭരണകൂടം, ഖാംനെയി ഭരണകൂടം ഈ ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കുന്നതിനൊപ്പം തന്നെ മറുവശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്നു
എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ബാലിസ്റ്റിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് ഡിഫൻസ് കൗൺസിൽ പറയുമ്പോൾ ഇതുതന്നെയായിരിക്കാം ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ ഉടനടി ഇസ്രായേലിനുള്ളിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കുമെന്നും ആ വരുന്ന ആയുധങ്ങളുടെ ശക്തി എന്താണ് എന്നത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പ്രവചിക്കാൻ കഴിയാത്തതുമാണ് ഒരു ആശയക്കുഴപ്പത്തിൽ അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നതിനുള്ള കാരണമെന്നാണ് വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ ഭൂമിക്കുള്ളിലേക്ക് മണ്ണിലേക്ക് പതിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രായേലിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സംഘർഷങ്ങളിൽ 12 ദിവസം ഇസ്രായേലിലേക്ക് നിരന്തരമായി ഇറാൻ ആക്രമണം നടത്തി. ആദ്യം ഇസ്രായേലാണ് ഇറാനിലേക്ക് ബോംബിട്ടത്. ആ ആക്രമണത്തിൽ ഇറാൻ്റെ കുറച്ച് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ നിരവധി പേർ മരിക്കുകയും ഒക്കെ ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇസ്രായേലോ അമേരിക്കയോ വിചാരിച്ചതുപോലെ ആ ആക്രമണം കൊണ്ട് നേട്ടമുണ്ടായില്ല. ആണവ പരീക്ഷണങ്ങൾ നിർബാധം ഇറാൻ തുടർന്നു. അത് ഇസ്രായേലും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അന്നത്തെ ആക്രമണം കൊണ്ട് ഇറാനെ പരിപൂർണമായി ആണവ പരീക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേൽ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ആണവ പരീക്ഷണം നടത്താനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ ആണവായുധങ്ങളുണ്ട് എന്ന സംശയവുമായി ട്രംപിനെ പോയി കണ്ട് എത്രയും പെട്ടെന്ന് അവരെ തീർക്കണം, അവർക്കെതിരെ വലിയ ആക്രമണം നടത്തണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് അന്നത്തെ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല, വിചാരിച്ചതുപോലെയുള്ള ഇറാൻ്റെ നാശമൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഇസ്രായേൽ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ലോകം പോലും അന്തം വിട്ടു പോകുന്ന വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിലുണ്ടായത്. ഏറ്റവും പ്രധാനമായി ഇസ്രായേലിൻ്റെ അയൺ ഡോം, അമേരിക്കയുടെ താഡ്, ആരോ തുടങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിപൂർണമായി തകർത്തുകൊണ്ട് നിരവധി മിസൈലുകൾ ഇസ്രായേലിൻ്റെ മണ്ണിനുള്ളിൽ വീണു. ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ കൂട്ടപ്പലായനം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരമൊരു നേർക്കുനേർ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുക ഇസ്രായേലിനെ തന്നെ ആയിരിക്കുമെന്ന് ഇസ്രായേലിന് ബോധ്യമുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ, ആക്രമണത്തെ തുടർന്ന് പരിക്കേൽക്കുക പോലും ചെയ്താൽ അത് അവർ വലിയ പ്രശ്നമായി കാണുന്നവരാണ്. അതുകൊണ്ടാണ് ബന്ദികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 2 വർഷം ഗസയിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തി ഒടുവിൽ ബന്ദികളെ വിട്ടുകിട്ടിയതിന് ശേഷമാണ്, കരാറിൻ്റെ ബലത്തിലാണെങ്കിൽ പോലും ബന്ദികൾ പൂർണ്ണമായി തിരിച്ചു വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അല്പമെങ്കിലും ആക്രമണം നിർത്തിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കുന്ന വിധത്തിലേക്കുള്ള നിർണായകമായ പല നീക്കങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിനൊരു പ്രസിഡന്റ് ഉണ്ട്. എത്ര പേർക്ക് അത് അറിയാമെന്നറിയില്ല. ഇസ്രായേലിനൊരു പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റിൻ്റെ പേര് ഐസക് ഹെർസോഗ് എന്നാണ്. ഈ പ്രസിഡന്റിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് നെതന്യാഹുവിനെതിരെയുള്ള ആ രാജ്യത്ത് നടക്കുന്ന സുപ്രീം കോടതിയിലെ പ്രോസിക്യൂഷൻ നടപടികൾ നിർത്തിവെക്കാനായിട്ട് പ്രസിഡന്റ് ഇടപെടണമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ട്രംപിൻ്റെ ആ ഒരു നിർദ്ദേശം പ്രസിഡന്റ് അംഗീകരിച്ചതായി എവിടെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം യുദ്ധമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഇസ്രായേൽ കാര്യങ്ങൾ പഴയതുപോലെ ആവുകയും യുദ്ധ ക്യാബിനറ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഭരണകൂടം മുഴുവൻ തിരിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും നെതന്യാഹുവിൻ്റെ പ്രോസിക്യൂഷൻ ആ കേസ് പൊങ്ങി വരും. സുപ്രീം കോടതിയിൽ നടപടികൾ വേഗത്തിലാകും. യുദ്ധമൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന നെതന്യാഹു ഹാജരാകേണ്ടി വരും. അതിവേഗത്തിൽ പ്രോസിക്യൂഷൻ നടപടി മുന്നോട്ട് പോകും. ആ കേസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ പറയുന്നത് അതിൽ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നെതന്യാഹുവിന് പദവി രാജിവെച്ച് ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നാണ്. അത്രയും ഗുരുതരമായ കുഴപ്പങ്ങൾ ആ കേസിലുണ്ട്, അഴിമതികൾ ആ കേസിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അധികാര നഷ്ടം ഉണ്ടായാൽ പിന്നെ നെതന്യാഹുവിൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറായി പോവും, ജയിലിനുള്ളിലായി പോവും. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നെതന്യാഹു വീണ്ടും ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ, അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. അത് ശരിവെക്കുന്ന വിധത്തിൽ പൊടുന്നനെ ലെബനനിലേക്കും ഗസയിലേക്കും നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അൽ ജസീറ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലെബനനിലുണ്ടായ ആക്രമണത്തിൽ 10-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് മരണസംഖ്യ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ ആക്രമണം നടന്നിട്ടുണ്ട്, നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നും വാർത്തകളുണ്ടായിരുന്നു. അതുപോലെ ഗസയിലും ഈ പറഞ്ഞതുപോലെ യെല്ലോ ലൈനിലായിരുന്ന
അതായത് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി യെല്ലോ ലൈനിന് അപ്പുറത്തായിരുന്നു ഇസ്രായേൽ സൈന്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ക്രോസ് ചെയ്തുകൊണ്ട് പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള പണികൾ നെതന്യാഹു എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനിലേക്ക് നേരെ അങ്ങോട്ട് കയറി ഒരു ആക്രമണം നടത്താൻ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇത്രയും നാളായി നെതന്യാഹു ട്രംപിനെ കണ്ടു, ട്രംപ് അനുമതി കൊടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും ഇതുവരെ പറഞ്ഞതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം ആലോചിച്ച് നോക്കുക, ഇറാൻ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കുന്നു. ഇറാൻ്റെ ഡിഫൻസ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ക്ലസ്റ്റർ ബോംബുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ബലിസ്റ്റിക് മിസൈലുകളുമൊക്കെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് സജ്ജമാക്കുന്നു. അതിനുശേഷം ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏത് നിമിഷവും ഞങ്ങൾ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തും, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ വിവരമറിയുമെന്ന മട്ടിൽ വെല്ലുവിളിയും നടത്തുന്നു. അത് സത്യം പറഞ്ഞാൽ ഇറാൻ്റെ യുദ്ധത്തിനുള്ള ആദ്യത്തെ തുടക്കം എന്ന നിലയിൽ തന്നെ വിലയിരുത്താം. അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിൻ്റെ ആദ്യ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് അവരുടെ സൈനിക നീക്കങ്ങളെ പറയാം. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഒക്കെ സജ്ജമാക്കി ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് സെറ്റ് ചെയ്തത് തന്നെ യുദ്ധത്തിനുള്ള ഇറാൻ്റെ ഒരുക്കമായി, തുടക്കമായി നമുക്ക് പറയാൻ സാധിക്കും.